എന്താ കല്യാണി കല്യാണി എന്ന് പറഞ്ഞ് രാവിലെ നടക്കുവാണോ? രാവിലെ എണീക്കുന്നത് കല്യാണി വേണം. കല്യാണി കല്യാണി അതോ എന്നതാ വേണ്ടേ? കല്യാണിയാണോ? കല്യാണിയുടെ പൊന്ത് കാണുമ്പോഴേക്കും പോർച്ച് കഴിക്കാൻ എല്ലാരും വാ. ടെന്റിനകത്ത് ഇടാനുള്ള ബെഡ് വേണ്ടേ? എസക്കുട്ടിക്ക് ഇരുന്ന് കുടിക്കാൻ പറ്റുകയല്ല, അവന് നിന്നേ കുടിക്കത്തുള്ളൂ. എന്തെല്ലാം അഭ്യാസങ്ങളാന്ന് പറയാം എസക്കുട്ടിയുടെ. നമുക്ക് നല്ല വെതർ ആണെങ്കിൽ ടെന്റ് അടിച്ച് താമസിക്കാം. നമുക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കാം. ഒത്തിരി ദിവസം കൂടി ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കൂൾ തുറക്കാനും പപ്പയുടെ സ്കൂൾ തുറക്കാനും മമ്മയുടെ സ്കൂൾ തുറക്കാനും കുറച്ച് സമയമുള്ളൂ. ചിക്കൻ വേണോ? എനിക്ക് ഒരിച്ചിരി പൊറിച്ചിട്ടു ആണോ? അല്ലെങ്കിൽ വേണ്ട വേണ്ട, ഞാൻ മറ്റേ ചക്കയുടെ ആവശ്യം. ഇവിടുന്ന് 40 കിലോമീറ്റർ ഉള്ളു, അതായത് 60 മിനിറ്റ്സ്. എല്ലുങ്കപ്പ ഉണ്ടാക്കാം, അതാവുമ്പോ എളുപ്പമല്ല. ജസ്റ്റ് ആ സാധനം ഇട്ട് മിക്സ് ചെയ്താ പോരെ. അവര് പോവാന്നല്ലോ പറഞ്ഞേ. കണ്ണ് തെറ്റിയൊന്ന് ഞാൻ ഡോറ് തുറന്നുള്ളൂ, അപ്പോഴേക്കും ചാടി പുറത്തിറങ്ങി. കാക്ക ജോണിക്കുട്ടി ഏസക്കുട്ടിനെ കണ്ട് പേടിച്ചിട്ടാന്ന് പറയും. ഒരു കാക്ക വേണ്ട മമ്മ ഒരു കാക്കേനെ കണ്ടോടെ ഇങ്ങനെ അനങ്ങാൻ പോലും വയ്യാണ്ട് അതിൻ്റെ അടിയിലിരിക്കുന്നത്. അയ്യോ ഇത് പറന്നു പോയി കേട്ടോ. ഇതിൻ്റെ അടിയിലിരിപ്പുണ്ടായിരുന്നു, അത് ഇതിൻ്റെ അടിയിലിരിക്കുമായിരുന്നത്. നല്ല കാറ്റാണ് ഇന്ന്, പക്ഷേ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ചില ദിവസങ്ങളിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ ഇന്ന് വെയിലുണ്ട്. ഈ ആഴ്ച മുഴുവൻ സണ്ണിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, സണ്ണി വെതറാണ്. കാക്ക പോയി, വീട്ടിൽ പോയി. കുട്ടി ഡോർ തുറന്നപ്പോഴേക്കും പേടിച്ചോടിയത്. ഇതിപ്പോൾ ചെരുപ്പൊന്നുമില്ലാതെ പുല്ലേക്കൂടെ ഓടുന്നുണ്ടല്ലോ. ടൂറ്റു അപ്പോൾ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ കൺഫേം ആയി. നമ്മൾ ചുമന്ന ചീരയാന്ന് കരുതി പാകിയ സാധനം വേറെന്തോ ആയിരുന്നു. അത് നമുക്കറിയത്തില്ലായിരുന്നു അത് ചീരയല്ല എന്നുള്ളത്, കാരണം സീഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പാളിപ്പോയി. പിന്നെ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ദണ്ട ഇത്രയും വളർന്നു വന്നിട്ടുണ്ട്. ടൊമാറ്റോ അങ്ങനെ പൊങ്ങിയിപ്പുണ്ട്, പയറൊക്കെ അങ്ങനെ പടർന്നിപ്പുണ്ട്. മല കയറാൻ പോവാണോ കുഞ്ഞിച്ചക്കൻ? മല കയറുവാണോ? ഉരുണ്ട് വീഴാതെ ഇങ്ങ് വാ. ആപ്പി ഇങ്ങ് വാ. നമുക്ക് ഇത് കുടിക്കാം, സ്മൂതി കുടിച്ചിട്ട് പോവാം. വാ. ഇന്നൊരു ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചുണ്ട്. അതാകുമ്പോൾ കുട്ടിക്ക് കുറച്ച് നേരം കളിക്കാമല്ലോ ബീച്ചിൽ. അപ്പോൾ എനിക്ക് വേറെ പ്ലാനൊന്നുമില്ല, എന്തായാലും ഞാൻ ഇവൻ്റെ പുറകെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്വിംസ്യൂട്ടും എടുത്ത് ടവലും എടുത്ത് ഞാനും പോയി മാറ്റൊക്കെ വിരിച്ച് അവിടെ ഇരിക്കാം. പക്ഷെ കുട്ടിക്ക് അപ്പോൾ വെള്ളത്തിൽ കളിക്കാം. വെള്ളത്തിൽ കളിക്കാൻ പോവാം. വാ നമുക്ക് പോവാം. വാ പോവാന്ന് പറഞ്ഞിട്ട് മേളിലോട്ടല്ല കയറി പോകുന്നേ, ഇങ്ങോട്ട് വാന്ന്. എന്നാ ഗ്യാസ് കൊണ്ടുപോയിരിക്കും നല്ലത്. ഗ്യാസ് കൊണ്ടുപോയിരിക്കും നല്ലത്. എല്ല് നന്നായിട്ട് വേവുകയും ചെയ്യണ്ടേ? കുക്കർ വേണ്ടി വരും. കുക്കർ എടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ചീഞ്ചിനി എടുത്താലോ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ കൊണ്ടുപോയ പിക്നിക് മാറ്റ് എവിടെയായിരുന്നു വെച്ചേ? എന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു പ്ലാസ്റ്റിക് പാ പോലത്തെ ഒരു പിക്നിക് മാറ്റിലായിരുന്നു വലിയത്. എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത്? കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ണായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ചോ. എങ്കിലും നിങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്താണ് പോകുന്നത്, ബീച്ചിന്റെ സൈഡിലൊക്കെ കളിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ അതൊക്കെ എടുക്കാം. ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഒരു മത്തിയല്ല വെള്ളത്തിന്റെ മുന്നിൽ പോകണം. ഇടനെല്ലാം ചെറുതായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മളുണ്ടാക്കിയ ചക്കയുടെയും ചെറുതായിരുന്നു. ചക്കയുടെ വേണ്ടേ? എനിക്കിങ്ങനെ ഊതി കുടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ ഊതാതെ എങ്ങനെയാ? ചൂടാട്ടണെങ്കിൽ സൗണ്ട് പുറത്തു വരാൻ പാടില്ല. ഊതുമ്പോ സൗണ്ട് പുറത്തു വരാൻ പാടില്ല.
വന്നോ സൗണ്ട് വന്നോ? ഊതുന്നാണോ അതിങ്ങനെ? അങ്ങനെ ആ സൗണ്ട് കൊള്ളത്തില്ല, സ്ലപ്പ് ചെയ്യണ സൗണ്ട് കൊള്ളത്തില്ല. അത് മാത്രമല്ല ചായ ഊതും, ചായ ഇടുമ്പോൾ ചിക്കന് കുറച്ച് ഊതലുണ്ട്. ആ വീടിനകത്തിരുന്ന് ഞാൻ കുടിക്കുമ്പോ അങ്ങനെ ഊതി ഊതി കുടിക്കും. കടയിൽ പോകുമ്പോ ഊതാറ് ഇതുപോലെ സ്ലർപ്പ് ചെയ്യാറൊന്നുമില്ല. പിന്നെ രാവിലെ എന്നെ കുറ്റം പറഞ്ഞറിയിക്കോളൂ. വീട് മൊത്തം ഷിഫ്റ്റ് ചെയ്യുവാണോ? രാവിലെ 11 മണിക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ഒരു ക്യാമ്പിങ്ങിനാ പോകുന്നുള്ളൂ. ഒരു നൈറ്റ് കഴിഞ്ഞ് നമ്മൾ നാളേക്ക് വരും. പുള്ളി വീട് മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുക. പിള്ളേരെ എടുത്തോ? സ്വിമ്മിങ്ങിന്റെ ഒക്കെ എടുത്തോട്ടോ, ഇൻ കേസ് നമുക്ക് നല്ല വെള്ളം വേണ്ട അല്ലേ? ഓക്കെ, ഒരു നൈറ്റ് ഡ്രസ് എടുക്കുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്. കാണിക്കാം. ഒരു ലോഡ് സാധനങ്ങളായിട്ട് കേറിയിട്ടുണ്ട്. എസ്കുട്ടി എന്നാ കഴിക്കണേ? മാള് വേണം പുറകില്ല. ആണോ? ജോണിക്കുട്ടി എല്ലാവരും ബെൽറ്റേടേ. ചുക്കുനെയും കയറ്റിക്കൊണ്ട് പോണെങ്കിലാ ഓരോരോ സാധനങ്ങൾ വീണ്ടും എടുക്കുന്നു. പാമ്പ് കടിക്കുന്നു പറഞ്ഞോണ്ട് 2 പേഷ്യൻസാ വാർഡില് പാമ്പ് കടി വന്നിട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞറിയാം, ഒരാൾ മാത്രം പാമ്പ് കടിക്കേണ്ട രക്ഷോട്ട് കാര്യമില്ല. നിങ്ങളെ എല്ലാരെയും ടെന്റില് സേഫ് ആയിട്ട് ഇരുത്തിയിട്ട് എനിക്ക് പറിച്ചുകൊണ്ട് വരാലോ. ഓ അങ്ങനെ. ഇനി പോകുന്ന വഴിക്ക് മീറ്റ് കിട്ടുമെന്ന് നോക്കണം, എല്ല് കിട്ടുമെന്ന് നോക്കണം. പക്ഷേ കാര്യം പറയാൻ നമ്മൾ 6 പേര് ഒരു നൈറ്റ് ചുമ്മാ ഒന്ന് പുറത്ത് പോകുന്നേ ഉള്ളേ. പക്ഷെ ഡിക്കിയിൽ ഈ ഒരു ഷൂസ് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് അല്ലേ? സ്ഥലമില്ലല്ലോ. ഒത്തിരി സാധനങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും സേഫ്റ്റി ഇല്ലാത്തതെല്ലാം എടുത്തിട്ടുണ്ട്. പിള്ളേരെ കൊണ്ട് പോകുമ്പോഴേ. പക്ഷെ അതിനകത്ത് ഇങ്ങോട്ട് നോക്കാം, ഒരാൾക്ക് തന്നെ 3 തൊപ്പിയാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. സാരം ഉണ്ട്, വെക്കാൻ സ്ഥലമില്ല. ഒരെണ്ണം തലയിലും ഉണ്ട് കേട്ടോ. ഇല്ലില്ല, തല വെച്ചിട്ടില്ലല്ലോ. കൊച്ചിന്റെ തൊപ്പി ഉണ്ട്. ഇത് മറ്റേ സ്ക്രീൻ അല്ലേ? ആ ഓക്കെ, എന്റെ തൊപ്പി ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ത്യ പോയിട്ട് ഒരു വണ്ടിയും കയറത്തില്ല. ഫിൻലൻഡ് ആയതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജാക്കറ്റ് എടുക്കണമെന്ന് ഞാൻ ചോദിക്കായിരുന്നു പിള്ളേരുടെ. എടുക്കണോ? എന്തിനാട്ടെ പോ. ഓക്കെ, തൊപ്പി തിരിച്ചു വെച്ചു. സ്പ്രേ ഇല്ലല്ലോ. മോസ്കിറ്റോടെ ഉണ്ടോ? മോസ്കിറ്റോടെ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ തപ്പി പിന്നെയും തൊപ്പി. ഇത് എന്റെ തൊപ്പി വെച്ചു, 2 തൊപ്പി ഒരു സേഫ്റ്റി. അയ്യോ, ഇതിവിടെ ഫ്രണ്ടിൽ വെച്ചത്. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. ഒരു പേപ്പർ പൊട്ടിച്ചേ. ആ തലോടെ കൊടുത്തരേ. ചെളിയാവല്ലേ? എല്ലാം റെഡിയാണോ പിള്ളേരെ? എല്ലാരും മറ്റേ കുക്കീസിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ആപ്പിള്, കുറച്ച് കടല, പിന്നെ എസക്കുട്ടിക്ക് 2 ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. ആണോ? ഗുഡ്. ക്യാരറ്റ് അത് വാങ്ങിച്ചില്ല. അല്ല, ഒരു പാക്കറ്റ് ക്യാരറ്റ്, പിന്നെ ഒരു 2 കുക്കുംബർ, 2-3 എടുത്തു. കാരണം പിള്ളേർക്കും അത് ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ നൈറ്റിൽ നമ്മൾ ഇൻ കേസ് നമുക്കൊന്ന് ടൈം കിട്ടുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂവി നൈറ്റ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഡിപ്പിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പ് മേടിക്കാം. ചിപ്സിൻ്റെ ഡിപ്പില്ലേ, അതും ക്വാർക്ക് ഉണ്ട്, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള യോഗർട്ട്, അതുകൂടെ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പുതിയ വീട് വരുവാന്ന് തോന്നുന്നല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ പോയി നോക്കാം. അവിടെ പോയിട്ട് മീറ്റ് കിട്ടുമോ നോക്കാം. ഓക്കെ, അത് കിട്ടിയെങ്കിലാണ് ബാക്കി കാര്യങ്ങളുള്ളൂ. ടോയ്ലറ്റ് കാണൂലോ അല്ലേ? അതിവിശാലമായ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ, സമ്മർ ആയാല് നമ്മൾ അങ്ങനെയാണ്. ആവശ്യക്കാരന് ഔചിത്യമില്ല. മാളു എന്നാണേലും വീട് വരെ പിടിച്ചേക്കും. കാരണം മാളുവിന് വലിയ പാടാണ്. വേഗങ്ങളെ തടയരുതെന്നാണ്. പക്ഷെ ഫോറസ്റ്റിലൊക്കെ നമ്മൾ ടെന്റ് ചെയ്യുമ്പം ഇവിടുത്തുകാരാണെങ്കിലും കുറച്ച് ഉൾക്കാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ എന്നുള്ളത്. സംഗതി കുഴി കുത്തുകയാണ്. കുഴി കുത്തി കാര്യം നടത്തിയിട്ട് കുഴി മൂടിയിടും, എന്നിട്ട് പോകും. ബയോവേസ്റ്റ് ആവുമേ, അതാണ് കാര്യം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ മോനെ. റിയാലിറ്റി നമ്മൾ ഷെയർ ചെയ്യണ്ടേ? കാരണം അല്ലാണ്ട് എന്ത് ചെയ്തു, മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന വേഗങ്ങളാണ് അതൊക്കെ. അതിനൊക്കെ പറയാൻ പറ്റുമോ? ഇതിലും ഡീറ്റെയിൽ ആക്കിയില്ലല്ലോ നമ്മൾ. ഇനി ഉണ്ടല്ലോ ഡീറ്റെയിൽ ആക്കണമെങ്കിൽ. പറ്റുവാണെങ്കിൽ അടുത്ത ആഴ്ച പപ്പയ്ക്കും വെക്കേഷൻ ഉണ്ട്. ഒരാഴ്ച കറക്റ്റ് വെക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മമ്മയ്ക്കും ഉണ്ട് അല്ലേ? എവിടെയെങ്കിലും പറ്റുവാണെങ്കിൽ സാഹചര്യം പോലെ. കാരണം
ഒത്തിരി ദൂരം പോകാനും പറ്റത്തില്ല. നോക്കാം നമുക്ക് അല്ലേ. കല്യാണി പാടിയാ മതിയോ? കല്യാണി വേണം, കല്യാണി പാട്ട്. അന്നേ കല്യാണി പാട്ട് പാടാവോ പിള്ളേരെ നിങ്ങള്? ഇടൂന്ന് വിചാരിച്ചു പുള്ളി സൈലന്റ് ആയിട്ടിരിക്കണം. ഇപ്പം ക്വിക്കായിട്ടുള്ള ഒരു തീരുമാനമായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 3 കടയിൽ കയറി ഉണ്ടാവില്ലേ? അതായത് ഒരു 4 കടയിൽ മൊത്തത്തിൽ കയറി മോസ്കിറ്റോടെ ഇത്. പക്ഷെ വീട്ടിലുണ്ടായിരുന്നു, നമ്മളത് എടുക്കാൻ മറന്നുപോയി. അവസാനം ഇപ്പൊ നമ്മൾ മറ്റേ മോസ്കിറ്റോ സ്പ്രേ ആണ്. അത് ബഗ് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഒരു മൂട്ട കടിച്ചെന്ന് പറഞ്ഞാൽ മൂട്ട കടിച്ച് അതിനെ പിടിച്ചാൽ കൊന്നു കളഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് മൂട്ട കടിച്ച് മറ്റേ ലൈം ഫീവർ ആയിട്ട് വന്നപ്പോഴാണ് മനസ്സിലാവണേ എന്ത് സിംറ്റം കാണുമ്പോൾ നമുക്ക് പേടിയാവും. അത് നല്ല പനിച്ച് വിറച്ച് നമ്മുടെ ബ്രെയിനിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ബ്രെയിനെന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തത്തിൽ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അവർ കഷ്ടപ്പെടുന്നുണ്ട്. അത്രയും സിക്കടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ചെറിയൊരു നമ്മളൊന്ന് എക്സ്ട്രാ ഒന്ന് കരുതുന്നത് അല്ലേ. അതിനുള്ള സാധനം എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള സ്ഥലമല്ലേ ഇവിടെ. ഈ സ്ട്രോബെറി പറിക്കാത്ത ഫാമുകൾ ഒത്തിരി ഉണ്ട്. തിരിച്ചു പോവാണെങ്കിൽ നമുക്ക് പോകുമ്പോഴേ സ്ട്രോബെറി ഒക്കെ പറിച്ചിട്ട് പോകാം. ഇവിടത്തേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പ്രായമായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. യങ്സ്റ്റേഴ്സൊക്കെ വളരെ കുറവാണ്. കുറച്ച് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ അല്ലേ? ഈ വീടുകളെല്ലാം പൊളിഞ്ഞു പോയി അങ്ങനെ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വില്ലേജ് സൈഡിലോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ കൺസേൺ ചെയ്യണം അല്ലേ. എന്തോ ഭയങ്കരമായിട്ട് വെറി ചെയ്ത് പറയുന്ന പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലിയുടെ ഭാഗമായിട്ട് എല്ലാവരും സിറ്റിയിലേക്ക് മാറുന്നു. ഇവിടേക്ക് കൃഷിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. ഇവിടെ 1-2 ഓൾഡേജ് ഹോമൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറേ വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആവശ്യം കൂടെ വരുന്നില്ലല്ലോ. പോപ്പുലേഷൻ കുറവാകുന്നത് കൊണ്ടായിരിക്കും. ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ ഒരു കുറേ സ്ഥലം ഉണ്ടായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലൈമറ്റ് ഭയങ്കര വെല്ലുവിളിയല്ലേ. അതിന് വേണ്ടിയിട്ട് അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം ലാഭം എന്ന് പറയുന്ന സംഗതി ഒന്നും ഉണ്ടാവില്ല. ചെയ്യുന്നതിന് ജീവിച്ചു പോകാം. അല്ലെങ്കിൽ പാഷൻ ആയിരിക്കണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിലത്ത് ലാഭം പ്രതീക്ഷിക്കുന്നില്ല. ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ. നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും ചെയ്യുമോ? കഷ്ടപ്പെട്ട് വലിയ പരിചയമുള്ള ആൾക്കാരല്ലല്ലോ. ഇതെല്ലാം പഴയ വീടുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. ടൗൺ വിട്ട് വില്ലേജ് സൈഡിലോട്ട് പോരുമ്പം എങ്ങോട്ട് തിരിഞ്ഞാലും സമ്മറിൽ നല്ല രസമാണ്. അതായത് വിസിറ്റ് ചെയ്യാൻ നല്ലതാണ്. സ്ഥിരമായിട്ട് താമസിച്ചു കഴിഞ്ഞാലുള്ള ഒത്തിരി പ്രശ്നമുണ്ട്. നമ്മളൊരു വഴിക്ക് പോകണമെങ്കിലുള്ള താമസം, പിന്നെ ഷോപ്പുകൾ ഒത്തിരി ദൂരെയായിരിക്കും. പിന്നെ അഡാപ്റ്റ് ചെയ്ത് വരുന്നോടം വരെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ. പെട്ടെന്ന് നമുക്ക് പിള്ളേരുടെ സ്കൂള് അങ്ങനെ ഇവർ വലുത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവരെ കൊണ്ടുപോയി വിടേണ്ടി വരും. ലൊക്കേഷൻ ഈ 20 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മറ്റേ പാർട്ടി ഡ്രസ് ഇട്ട് ഇറങ്ങുന്ന പോലെ അതിനോട് കരയണേ. അതിനോടൊക്കെ താഴെ ശരി പോകണം. അവരടിച്ച് തുറന്നപ്പോ തീരെ കാണാൻ കടല്ലേ ഇപ്പൊ ചിലപ്പോ അല്ലേലും അത് ചാടും. അത് പേടിച്ചു പോകും. ചക്കേന്റെ മേലേക്ക് ഒഴിക്കണ്ട. അത് ചോർത്തവളയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് സ്ഥലത്തെത്തി സാധനങ്ങൾ എടുത്തു വെച്ചോ? സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? ഓക്കെ പയ്യെ എടുത്തോ. ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാന്നാ പറഞ്ഞ. വലിയ ടെന്റ് എല്ലാവരും ഷെയർ ചെയ്യുമല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങള് ബീച്ച് ഡ്രസ് മാറണമെങ്കിൽ മാർഗിലേക്ക് കുറച്ച് കഴിഞ്ഞ് മാറിയാലും മതി കേട്ടാ. ഹൈ ആണോ? യേശുക്കുട്ടീനെ ഇപ്പം സിപ്പ് ഇടിക്കുക കേട്ടോ. അവന് സിം ഡ്രസ് ഇടിച്ചിട്ട് ഇറങ്ങാം. ഈച്ച കയറും. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. അവനെ സ്വിമ്മിങ് ഡ്രസ്സ് ഇടിക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്ന. അപ്പോഴേക്കും പിള്ളേരെ പുറത്ത് കാണുമ്പോൾ ഇവനങ്ങ് കിടന്ന് കുതിച്ച് ചാടുവാണ് അവനങ്ങോട്ട് പോവാൻ. ഇച്ചിരി ടൈറ്റ് ആയിട്ട് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ചെറുതാക്കണം. ഞാനും മറന്നു പോയത്. ഇതുള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ
കപ്പ ബിരിയാണി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മലയാളികളുടെ അഭിമാനമായ മലയാളി എന്നാടേയും കൂട്ടി ഇളക്കാനുള്ള ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കപ്പ? അപ്പോൾ നമ്മൾ വേസ്റ്റ് ഒന്നും ആക്കാത്ത രീതി ചെയ്യാനാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി തേങ്ങ മസാല എല്ലാം മിക്സ് ചെയ്ത് അരച്ച് വന്നേക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ഇറച്ചിക്കകത്തേക്ക് ഇത് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 കിലോ ഇറച്ചിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 പാക്കറ്റ് എടുക്കും. ഈ കൂട്ടിന് ആകെ വേണ്ടത് ഉപ്പാണ് അല്ലേ? ഉപ്പ് മാത്രമേ ഇതിനകത്ത് മസാല തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനം. ഇത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പേസ്റ്റ് പോലെ കറിവേപ്പില എല്ലാം കൂടെ വന്നേക്കണേ. ഇച്ചിരി വെള്ളം കൂടെ എഴുതി ജോമിനെ. ഇച്ചിരി വെള്ളം ഒഴിക്കണേ. 400 ഞാൻ വെള്ളമല്ല ഒഴിക്കണ്ടേ അതിനകത്ത്? 200 വെച്ചിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ളതാണോ ഇഷ്ടം? അതെയോ ഇച്ചിരി ലൂസായിട്ടുള്ളതാണോ? ഇച്ചിരി ലൂസല്ലേ? അപ്പോൾ നമുക്കൊരു 400 എന്നുള്ള 500 ഒഴിക്കേ. ഒരു ആവറേജ് വെള്ളമാണ്. നമുക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ആവറേജ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ കൈ ഒഴിച്ചു രുചി കൂടട്ടെ. മതി മതി മതി. നമ്മൾ ലൈറ്ററൊക്കെ വെച്ച് നമ്മൾ വന്നപ്പം വിചാരിച്ചത് നമ്മൾ മാത്രമുള്ള ഒരു മനുഷ്യർ പോലും ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷെ ഇപ്പോൾ ഒരു എനിക്ക് വേറെ 2-3 വണ്ടികൾ കൂടി ഉണ്ടായിരുന്നല്ലേ. ഇവിടെ എന്നാ പരിപാടി? മണ്ണ് വാരി കളിച്ചാണോ? ഇതാകുമ്പോൾ സൗകര്യമായിട്ട് അരികത്തിരിക്കുക. ആവശ്യത്തിന് വെള്ളം താഴെയുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയോണ്ട് പയ്യെ അവിടെ നിന്ന് മാറ്റി ഇച്ചിരി ബാക്കിൽ കൊണ്ടുവച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഇച്ചിരി കാമായിട്ടുള്ള ഒതുങ്ങി നല്ല സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ പോലത്തെ സ്ഥലമാണോ? ഒന്നേ ഇതൊക്കെ ഇവിടെ കാറ്റടിക്കുന്നില്ല. ഓക്കെ. നമ്മളോടാ കളി. കാരണം ആർക്കൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണേ. അതെ, എവിടെയാണെങ്കിലും നെല്ലും കപ്പയും കഴിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. അങ്ങനെയാണോ? ടേബിൾ അവിടെ നിട്ടി അത് ജോബിന് വണ്ടിക്കത്തുണ്ടായിരുന്നേ. ഓക്കെ. ആക്ച്വലി ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഫീല്. സാധാരണ സുഖമായിട്ട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ 10 മിനിറ്റ് കൊണ്ട് തീരുന്ന പരിപാടിയാണ്. നമ്മൾ ഇതിപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നത്. പക്ഷെ കിട്ടുമ്പോൾ എന്നൊരു ഫീൽ ഉണ്ടല്ലോ. യാ മോനെ. കപ്പ ഇച്ചിരി ഫ്രോസൺ ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി കുഞ്ഞു വരുന്നുള്ളൂ. സമ്മറിൽ നമ്മൾ ഔട്ട്ഡോർ തീ ഇടവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും കെയർഫുൾ ആയിരിക്കണം, തീ പിടിക്കാതെ. നമ്മൾ ഗ്യാസ് സ്റ്റൗ ആണ്, കാറ്റ് പിടിക്കാത്ത ഇങ്ങനത്തെ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ചോട്ടി നമ്മൾ മാറാൻ പാടില്ല അല്ലേ? അതന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ തീ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അത് ഭയങ്കര കിട്ടുന്ന ഫൈൻ ഫൈൻ മാത്രമല്ല അത് അപകടമല്ലേ? അപകടമാണ്. പക്ഷെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണമെങ്കിലേ ഫൈൻ കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ഇത് സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കസേരയുണ്ട്, ഇനി എന്നെ വേണം. ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ. കപ്പ എല്ല് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട്. എടുക്കോ അവന് ഇത് കൊടുത്തായിരുന്നോ? അവന് സ്മൂതി കൊടുത്തു. അവന് വേണോ? മറ്റേ ഫുഡ് ചൂടായിക്കൊണ്ടോ? മറ്റേ ഒരു ഫിഷിന്റെ ഫുഡ് ഉണ്ട്. അത് മറ്റേ വെള്ളത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടായി കിട്ടുമല്ലോ. കഴിക്കോ? കൂത്തി കഴിച്ചോളാം. അല്ല അതെന്തായാലും കപ്പ ഞാൻ രക്ഷയില്ല. അപ്പൊ നമ്മൾ മാത്രം വെള്ളത്തിലുള്ളൂ. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു. അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഉണങ്ങി. അതായത് നിമിഷ നേരം കൊണ്ട് നമ്മൾ കരിയും. ഇതിപ്പോ ആ മറ്റേ മരം ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഷെയ്ഡായിട്ടുണ്ട്. വെയിൽ ഇഷ്ടമാണെങ്കിലും ഇതൊരുമാതിരി ഭയങ്കര വെയിൽ. അത്രയും വെയിലും പറ്റത്തില്ല. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇറച്ചി ഓരോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കപ്പ ഇളക്കണം. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് ഇട്ടതാണ്. ഇനി ഇറച്ചിക്ക് കുറവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കഷ്ണത്തിന് കുറച്ച് വലിപ്പമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാരമില്ല. പാത്രത്തിൽ കൊള്ളുന്നില്ല പുറത്തേക്ക്. ഇങ്ങോട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്തിരിക്കുക നല്ലതാ. അല്ലെ താഴെ അടുപ്പ് വെച്ചാൽ ഒന്നുമില്ല. ഞാൻ ഒന്നും താഴെ കളയില്ല. അവന് ശരി വരുന്നു.
ഇത്ര വലിയ പാത്രം വേണം അല്ലേ? പക്ഷെ എമൗണ്ട് കൂടി പോയിരുന്നു അല്ലേ? എന്നേ അപ്പോൾ കുറച്ചും കൂടി ഇടിക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ നല്ല ഉപ്പായി അതിന് കറക്റ്റായി. ആരുമില്ല, ആളുകളെല്ലാം പോയി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. സമയം ഒത്തിരി ആയോ? സമയം എത്രയായി? സമയം എത്രയായിരുന്നോ? എത്രയാ സമയം? എത്രയായി? വൈകിട്ട് 4:30 കേട്ടോ. ആ കറക്റ്റ് ഏഷ്യാഡിൻ്റെ ടൈം. എല്ലാവർക്കും കുറച്ചോളല്ലേ? ഇച്ചിരി ഒരേ സ്കൂപ്പ് ഇട്ടത് കഴിച്ചു കൊടുത്താലോ? വലിയ പാത്രം നമ്മുടെ അടുത്ത് കഴിച്ചോ, അല്ലെങ്കിൽ അത് കോർണറിൽ വെച്ചോ. ഇത് കഴിക്കാം. അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിച്ചോ. വെയിൽ തന്നെ നടക്കട്ടെ. ഒരു കുട്ടി വന്ന് കഴിക്കേ. അല്ലാണോ? എരിവുണ്ടോ? അത്യാവശ്യമുണ്ടല്ലേ? ജ്യൂസർ അഡ്ജസ്റ്റ് ചെയ്യും. പിള്ളേർക്ക് ജ്യൂസ് 2 കൂടെ മതിയോ? ഓക്കെ. എന്നാ ഇത് ഓർമ്മ എടുത്തേ പോനെ. എന്നാ ഒരാൾക്ക് എന്നാ അടുത്ത ആൾക്ക് ഇച്ചിരി കൂടിപ്പോയി. കുടിച്ച് പറ്റിച്ചിട്ടുണ്ടോ? ഏസക്കുട്ടിയുടെ തട്ടിക്കളയല്ലേ? ഏഷ്യാട് കൈ കൊണ്ട് കഴിക്കട്ടെ. നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ടാട്ടോ കഴിക്കുന്നത്. ഏശക്കുട്ടിക്ക് ചെറുതായിട്ട് നെരിഞ്ഞു. അപ്പം പിന്നെ അവന് സ്മൂതി കൊടുത്ത് സൈഡിൽ ഇരുത്തി. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിനേക്കാളും രുചി കൂടുതലാണ് അല്ലേ? നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ചെറിയൊരു തണുപ്പുണ്ട്. നല്ല സുഖമുള്ള തണുപ്പുണ്ട്. കണ്ണിന് നല്ല കുളിർമ കാഴ്ചയാകാനായിട്ട് ജോണിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി ജമ്പ് ചെയ്യുന്നുണ്ട്. നല്ല ജമ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ ജമ്പ് ചെയ്യുന്നുണ്ട്. ലൂണോ കളിക്കുവാണോ? ചായ ഇട്ടോണ്ടിരിക്കുകയാണ്. ചെറിയ കാറ്റുണ്ട്. ഉടുപ്പ് തിരിച്ചാൻ വേണ്ടി വണ്ടിക്കകത്ത് തിളച്ചു തുടങ്ങിയായിരുന്നു. കാറ്റുണ്ടല്ലേ? ചെറിയ തണുത്ത കാറ്റ്. ചെറിയ തണുത്ത കാറ്റിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല കാപ്പിക്ക്. ഇതെന്തായാലും തിളച്ചു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും വലിയ പാത്രത്തിലല്ലേ ചായ ഇടുന്നത്, കാപ്പി ഇടുന്നത്. ഓ ചായ ഒഴിക്കുമ്പോൾ ഗ്ലാസ് പറഞ്ഞു തന്നെ ചൂട് കാപ്പി അല്ലേ? എനിക്കും ഈ ടേസ്റ്റ്. തണുത്ത് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴേ ഈ കാപ്പി അടിക്കുന്ന വൈബ് എന്ന് പറഞ്ഞൊരു വേറെ വൈബല്ലേ? കാപ്പി എങ്ങനെയുണ്ട്? ആപ്പിൾ പറഞ്ഞ പുള്ളി ജമ്പ് ചെയ്യും. തോർത്ത് പറഞ്ഞ പുള്ളി നീന്തും. സ്റ്റാർ പറഞ്ഞ് ഇഷ്ടമുള്ള ചെയ്യും. തോർത്ത് എന്തെല്ലാം വീടായിട്ടുള്ള കോഡുകളാല്ലേ? ഇവിടെ ടെൻ്റടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെയായി? ആണോ? നമ്മൾ 6 പേര് ഇവിടെ ടെൻ്റ് അടിച്ച് 8 മണിയായി. ആ 6 പേര് ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കും. 5 പേര് അവിടെ ടെൻ്റ് അടിച്ച് കിടക്കും. സ്റ്റാർ മടുത്തില്ലേടാ? കയറി വന്ന് തോർത്തരാ. ആ എത്ര മണിക്കൂറായി? ഓരേ പരിപാടി കഴിഞ്ഞിട്ട് ഈ കാറിൻ്റെ മുകളിൽ വിരിച്ചിരുമ്പോൾ പപ്പടം പോലെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അത്രയും ചൂടാട്ടോ. കണ്ടോ ചക്കരയൊക്കെ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. എന്നെ താഴെ പുറത്ത് ചുമ്മാ വിരിച്ചിട്ടാലും അത്ര പെട്ടെന്ന് ഉണങ്ങില്ല. പക്ഷേ ഇതിന് മണ്ടേ വിരിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. ആളുകളൊക്കെ ഒരുപാട് പിന്നെയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സെക്ഷൻ ആളുകൾ വന്നിട്ട് അവരങ്ങ് പോയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഈവനിങ് ആയപ്പോഴേക്കും പിന്നെ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 ടെൻറ്റും
സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം 9 മണിയോളായി. ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ പായ കിട്ടും, അഥവാ മണ്ണകത്തേക്ക് കയറത്തില്ല. അപ്പോൾ തീയിടാനുള്ള ചെറിയ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ അകത്തുള്ള മണ്ണ് കളഞ്ഞായിരുന്നോ? ആ മണ്ണൊക്കെ കളഞ്ഞപ്പോൾ ഞാൻ പില്ലോസ് എടുക്കട്ടെ. പില്ലോസ് പയ്യെ എടുത്തിട്ട് ഇതിനകത്തേക്ക് കയറ്റി വെക്കണം, കാരണം കൊതുക് കയറില്ല കേട്ടോ. ഇത് നല്ല വൈബല്ലേ? ഉച്ചക്കലത്തെ എല്ലും കപ്പയും നമ്മക്കായിരുന്നു, പിള്ളേർക്ക് വൈബില്ലായിരുന്നു. അതുകൊണ്ട് പിള്ളേരുടെ വൈബിന് വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാട്ടോ. ഗ്രില്ലിങ് അവർക്ക് ഇഷ്ടമാണ്. ഈ സാധനം കൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എവിടെ വേണമെങ്കിലും ഗ്രില്ല് ചെയ്യാം. കാരണം താഴെ ഇതിനകത്തേക്ക് ഒന്നും കണക്ട് ചെയ്ത് കിടക്കുമല്ലേ. ആ ഓക്കെ. ചാരം ഒന്നും നിലത്തിൽ ഇടുകയല്ല അല്ലേ? ഇവിടെ പുക വരുന്നുണ്ടോ? അതിനിപ്പോ കൊതുക് വരുമൊന്നും പേടിക്കണ്ട അല്ലേ? ഇവിടെ മുഴുവൻ നമ്മൾ പുകച്ച് കൊതുകിന് ഓടിക്കുന്നതാണ്. ഉപകാരം. ഇനി ഒരു കൊതുകും വരില്ല, ഒന്നും വരില്ല കേട്ടോ. എന്നാ ജോണിക്കുട്ടി, ജോണിക്കുട്ടി ഷേപ്പൊക്കെ മാറി, കാലൊക്കെ വേറെ കളറില്. എസ്കുട്ടി ഓൾമോസ്റ്റ് ബ്ലൂ കളറേ. എസ്കുട്ടീനെ പിന്നെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അവന്. ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാം. സാന്റ ഇതത്ത അങ്ങോട്ട് ബുള്ളറ്റ് ഈ പൊഹ അതുകൊണ്ട് കൊതുക് വരുന്നില്ലല്ലോ. കൊതുകുണ്ട് അല്ല, പുക ഉള്ളതുകൊണ്ട് വരുന്നില്ലല്ലോ. ആണോ? നമ്മള് ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ കൂടിയ ഫാറ്റ് കുറഞ്ഞ സാധനം വെച്ചിട്ട് നമ്മൾ ഡിപ്പ് ഉണ്ടാക്കും. എന്നിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഡിപ്പ് ചെയ്ത് കഴിക്കും. സമയം 9 മണി കഴിഞ്ഞില്ലേ? എത്ര മണി കഴിച്ചവനെ? 9:30 അല്ലേ? തണുത്ത് പോകൂല്ലേ? പോയി കഴിച്ചത്. ചിക്കൻ നല്ലതാണോ? ചിക്കൻ മാത്രം ഗ്രില്ല് ചെയ്ത് പിള്ളേർക്ക്. കപ്പ പിള്ളേരധികം കഴിച്ചില്ലായിരുന്നു. കുറച്ച് സ്പൈസി ആണോ? എല്ലാവരും കഴിച്ചു കഴിഞ്ഞോ? മോളി പാത്രം എടുത്ത് വെക്കണം കേട്ടോ. ഇച്ചിരി പെപ്പറും എടുക്കുന്നത് അല്ലേ? പെപ്പറുള്ള ഡിപ്പ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് പെപ്പറുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞോ? ഫേമസ് വെള്ളരിക്ക, ക്യാരറ്റ്, ഇത് ഗാർലിക് ഇട്ട ഡിപ്പ്, ഇത് മറ്റേ പാപ്രിക്കയും ഒരു ചെറിയ സ്വീറ്റും പെപ്പർ ഇതൊക്കെ ഉണ്ട്, ബ്ലാക്ക് പെപ്പറൊക്കെ ഉണ്ട് അതിൽ. കൊള്ളാം. അപ്പോൾ ഇതിങ്ങനെ പിടിക്കാൻ പറ്റുവാടാ? ജോൺകുട്ടി എന്നെ താഴെ മറിഞ്ഞു വീഴല്ലേ? ചിക്കൻ റെഡിയാവുന്നു. ജോൺകുട്ടി എടുക്കുന്നേ കൊണ്ട് തരുമോ? ക്യാരറ്റ് ആ ചിക്കൻ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ ചൂടാക്കാൻ വയ്ക്കാം. പിള്ളേരുടെ സെറ്റാക്കിയിട്ട് അല്ലേ? ഓക്കെ. എന്നാ ശാന്തത അല്ലേ? ഞാനിപ്പോൾ നിന്റെ ഇടണോടാ ജോൺകുട്ടി. ജോൺകുട്ടിയുടെ ഒരു പരിപാടിയുണ്ട്. അവൻ എൻ്റെ ചെരുപ്പിട്ടുണ്ട്, അതിന് ഞാൻ എന്നിട്ടും പോകും. എനിക്ക് കംഫർട്ടബിൾ ഇതാ. നീ വന്ന് എനിക്ക് ചെരുപ്പില്ലാതെ ഇറങ്ങാൻ പറ്റില്ലെന്നേ. എനിക്കിത് കേറില്ലടാ. അവൻ്റെ ചെരുപ്പ് ഞാൻ ഇട്ടുണ്ടോണം. അത് പക്ഷേ എഡിബിളാ, കുഴപ്പമില്ല. ഇതാരുടെ പ്ലേറ്റ്? കുട്ടിക്ക് വേണ്ടേ? വേണ്ടേ? ആരുമില്ല, നമ്മൾ മാത്രമുള്ളേ. ഇവിടെ ടോയ്ലറ്റാണത്. ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി വീട്ടിലുള്ള സ്ഥലം കൂടെയാണ്. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. എൻ്റെ ദൈവമേ, ഇതെന്നാണ് കുട്ടി കാണിച്ചേക്കണേ? അവനിപ്പോ നീ വേറെ ഉടുപ്പുണ്ടോ? ഇല്ല, ഞാൻ തുടച്ചോളാം. ചിക്കൻ്റെ ഒപ്പം നല്ലല്ലേ? ടിഷ്യൂ പേപ്പർ എടുത്തോട്ടെ കേട്ടോ മമ്മ, ചിക്കൻ്റെ ഒപ്പം ഇത് നല്ലല്ലേ?
സാധാരണ ഫിൻലൻഡിലെ ലേക്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കറുത്തിരിക്കും, ചെടിവെള്ളം പോലെ ഇരിക്കും. പക്ഷേ ഇവിടുത്തെ നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പോൾ കാണുന്നുണ്ട്. ഓൺലി വൈബ്രേറ്റ് ചെയ്യാൻ ആ വലിയ മീനുകളുണ്ട്. കണ്ടോ അതുപോലെ വൈബ്രേറ്റ് അത് കണ്ടു. ഓ ഇവിടെ അടുത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചിക്കനും റെഡി ആയില്ലേ? വെക്കട്ടെ, ഒന്നുകൂടെ വെക്കട്ടെ. താഴെ കഴിക്കണം കേട്ടോ. ചക്കി പറഞ്ഞു ക്ലോസ് ഒക്കെ എടുത്തേരെ. അതിന് കരിഞ്ഞിട്ടില്ല, അതിൻ്റെ ടോപ്പ് മാത്രം കറക്റ്റ് കളർ മാറി ഉള്ള നല്ല ജ്യൂസി ആയിട്ടിരിക്കണം തോന്നുന്നു അല്ലേ? അതെ ജ്യൂസി ആയിട്ടിരിക്കണം. പൈനാപ്പിൾ ഒന്ന് വാട്ടിയിട്ട് കഴിച്ചു നോക്കാം. ക്രിസ്മസ് അപ്പൂപ്പനായിട്ടുണ്ട്. പേപ്പർ എടുത്തിട്ടുണ്ടേ. പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ ഗ്രില്ലാക്കി കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ്. അത് ഇതിന് മധുരം കൂടുതലുള്ളതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. പൈനാപ്പിളിന് നല്ല പഴുത്തുണ്ടായിരുന്നു. ഗ്രില്ല് ചെയ്തപ്പോൾ മധുരം വന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് കപ്പ ബാലൻസ് വന്നു. കുറച്ച് കപ്പയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ചൂടാക്കാമെന്ന് വിചാരിച്ചു. കനൽ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. എന്നാ സംഭവം എന്നാ? ഇതിപ്പോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ അങ്ങ് മൊത്തം ഏഷ്യാടാണല്ലോ. എന്തായാലും ഇപ്പൊ സമ്മറൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പഴയ സെറ്റപ്പ് അല്ലേ? എന്നാ പി എന്നാന്ന് ബള്ളാറ്റോ താഴെ പോണെന്നോ? അവന്റെ ബൂട്ട്സ് എന്തേന്നേ? അവന്റെ ബൂട്ട്സ് എന്തേ മാളു അവന്റെ? നമ്മുടെ എല്ലാ വേസ്റ്റുകളും ഇതിനകത്ത് ഈ സൈഡിലുള്ള വേസ്റ്റ് അതിനകത്ത് ഇടുക. പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകണം. അല്ലു എടുക്കുന്ന ഇവിടുന്ന് വേസ്റ്റുകൾ. എന്താ പിള്ളേരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റുകളൊക്കെ പിറക്കി കളക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഉച്ചയായപ്പോൾ വന്നതാ. എത്രയോ ഫാമിലികൾ വന്നിട്ട് പോയെന്നറിയോ? എത്ര അവരവരുടെ വേസ്റ്റുകൾ അവരവരെല്ലാം പിറക്കി എടുത്തിട്ടാണ് പോയേക്കുന്നത്. നല്ല ക്ലീൻ ആയിരിക്കും. അത് കഴിയുമ്പോഴും നേരെ ഒരു പേടിയിലാണ്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോ. ഒന്ന് കണ്ണ് തെറ്റിയതേ. അതെ, അവന് ചുണുങ്ങാമണി കാണിക്കാണ്ട് എടുക്കണം. വെള്ളത്തിൽ ചൂടായ ഭയങ്കര ചൂട് നോക്കാം. എന്ത് ചൂടാ! തണുപ്പുണ്ടോ? അങ്ങനെ വെള്ളത്തിലൊക്കെ ചാടി കഴിഞ്ഞതിന് ശേഷം സമയം എത്ര മണി അറിയാം? 11 മണി കഴിഞ്ഞു. 11 അവരെല്ലാം പിള്ളേരകത്ത് കയറി. അങ്ങനെ എല്ലാരും കൂട്ടി കയറി. ടോളിക്കുട്ടി നടക്കുന്നുണ്ടോ? എന്തോ കാര്യം ഇപ്പൊ 11:30 ആയി. പുറത്ത് നല്ല വെട്ടമുണ്ട്. ഉണ്ടോ? അവിടെ നല്ല വെട്ടമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഒരു മൂക്ക് റൂഡോൾഫ് ദ റെഡ് നോസ് പോലെ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.